വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിയാണെങ്കിൽ സ്കൂൾ ബാഗൊക്കെ ആയിട്ട് വരുമ്പോൾ സദ്യ ചോദിക്കുന്നുണ്ട് എവിടെ പോയതാണ്. അന്നേരം ഞാനാണെങ്കിൽ സുമ ടീച്ചറെ തിരക്കി പോയതാണ്, പക്ഷേ ടീച്ചർ നേരത്തെ പോയി എന്ന് പറയുകയാണ്. അന്നേരം പ്രോജക്റ്റ് പിന്നെ പപ്പിയുടെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് ഈ ടീച്ചർ നേരത്തെ പോയി എന്ന് പറയുന്നത്. സുമ ടീച്ചർ മാത്രമല്ല സദ്യ ടീച്ചറും പോയി, HM എല്ലാവരും പോയി എന്ന് പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട് അവർക്ക് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരവർ നേരത്തെയാണ് എല്ലാവരെയും വിട്ടിരിക്കുന്നതെന്ന്. അന്നേരം അപ്പോൾ നാളെ അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നല്ലേ ഒക്കൂ, ഇനിയിപ്പോൾ സുസ്മിത ആൻറ്റിയുടെ വീട്ടിലല്ലേ അച്ഛൻ, അവിടെ ചെന്ന് വിളിച്ചാലല്ലേ ഒക്കൂ എന്നിങ്ങനെ പറയുമ്പോൾ അവിടത്തേക്കുള്ള വഴി അറിയാമെങ്കിൽ പോകാമായിരുന്നു എന്ന് സത്യ പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ എനിക്കറിയാം, ഞാൻ ഒരു തവണ അമ്മയുടെ കൂടെ പോയിട്ടുണ്ട് എന്നിങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രമേശ് വരുന്നുണ്ട്. നാളെയും പത്മിനി നിനക്ക് അടി കൊള്ളാനാണോ പ്ലാൻ ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയുകയാണ്. അന്നേരം അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അടിയും കിട്ടും, പുറത്ത് നിർത്തുകയും ചെയ്യും, ടീച്ചർ പറഞ്ഞതുപോലെയാണ് എന്ന് പറഞ്ഞ് ഈ രമേശ് അങ്ങ് സംസാരിക്കുമ്പോൾ സത്യയ്ക്കും പപ്പിക്കും ആകെപ്പാട് ദേഷ്യം വരുന്നുണ്ട്. നീ ഒന്ന് പോയേടാ ചെക്ക, മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാനായിട്ട് അടി കിട്ടുമെങ്കിൽ ഞങ്ങൾ അങ്ങ് വാങ്ങിച്ചോളാം, നീ നിൻ്റെ കാര്യം നോക്കി പോ എന്നിങ്ങനെ പപ്പി പറയുമ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രമേശ് അങ്ങ് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ സത്യ പറയുന്നുണ്ട് സുസ്മിത ആൻറ്റിയുടെ വീട്ടിൽ പോയി വിളിക്കാം, അച്ഛനോട് രോഹിത് അങ്കിളിനോട് ഇവിടെ വരാൻ പറഞ്ഞാൽ മതിയല്ലോ, സ്കൂളിൽ വഴി അറിയാമെന്നല്ലേ പറഞ്ഞത്, നമുക്കൊന്ന് പോകാം, പിന്നെ വീട്ടിലെത്തേണ്ട സമയത്ത് നമുക്ക് എത്തുകയും ചെയ്യാം, അപ്പോൾ നേരത്തെ അല്ലേ വിട്ടിരിക്കുന്നതെന്ന്. തുടർന്ന് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് സത്യ ക്ലാസ് റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അവർ ഈ സുസ്മിതയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം സത്യഭാമയും പൊന്നിയും കൂടി കുറേ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ പാക്കറ്റിലാക്കി ബിഗ് ഷോപ്പറിലൊക്കെ ആക്കി അവരിങ്ങനെ ഓരോ കടകൾ തോറും കയറുന്നുണ്ട്. അന്നേരം അവിടെ ഒരു കടയിലേക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, അപ്പോൾ എന്ത് വേണമെന്ന് ഇയാൾ അവിടെ ഇരിക്കുന്ന കടയുടെ മുതലാളി ചോദിക്കുന്നുണ്ട്. അന്നേരം കുറച്ച് പിന്നെ പലഹാരങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണോ എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണെന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ചപ്പം, കുഴലപ്പം, ബോളി, മുറുക്ക് ഇതെല്ലാം പറയുന്നുണ്ട്. അന്നേരം വെക്കാനായിട്ട് പറയുന്നുണ്ട്. അന്നേരം പൊന്നി ഓരോ സാധനങ്ങൾ എടുത്ത് വയ്ക്കുന്നുണ്ട്, സത്യഭാമയെ എടുത്ത് വയ്ക്കുകയാണ്. അന്നേരം അകത്താണെങ്കിൽ ഈ കട മുതലാളിയുടെ ഭാര്യ ഉണ്ട്, അവരാണെങ്കിൽ ഈ സത്യഭാമയെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം അവർക്ക് സത്യഭാമയെ ഒരു ഓർമ്മ പോലെ പിടികിട്ടുകയാണ്. സത്യഭാമയാണെങ്കിൽ ആ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പണ്ടത്തെ ആ ഒരു മുഖം ഇവർക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. അന്നേരം ഇവർ ഓടി വന്നിട്ട് പറയുകയാണ് വെക്കാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനു മുന്നേ ഈ മുതലാളി ഈ കടയുടെ ഉടമസ്ഥൻ പറയുന്നുണ്ട്, ഇത് വയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നാളെ തന്നെ പൈസയും ചോദിച്ചുകൊണ്ട് വരരുത്, സാധനം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ പൈസ തരത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഒരു സാധനം എടുക്കത്തുമില്ല എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നെ സാവകാശമൊക്കെ തരണമെന്ന് ഇയാൾ പറയുമ്പോൾ അതൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ സാധനം വയ്ക്കുന്നത്. തുടർന്നാണ് ഈ മുതലാളിയുടെ ഭാര്യയ്ക്ക് ഈ സത്യഭാമയെ മനസ്സിലാകുന്നു, ഓടി വന്ന് ഇതൊന്നും ഇവിടെ വെക്കണ്ട എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇവർ ഈ അവസ്ഥയിലായോ എന്നും പറഞ്ഞാണ് ഇവർ ഓടിക്കൊണ്ട് വരുന്നത്. അന്നേരം അതെന്താ, അവർ വീട്ടിലുണ്ടാക്കുന്നതാണ്, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്, നീയല്ലേ പറഞ്ഞു എന്നാലും അച്ചപ്പൊക്കെ എടുത്ത് വെക്കണമെന്ന്. അന്നേരം അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇവരെ കണ്ടിട്ട് എനിക്ക് വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അയാൾ പക്ഷേ സത്യഭാമയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ചേട്ടൻ ആ സ്ത്രീ ഒന്ന് നോക്കിയെന്ന് പറയുകയാണ്. അന്നേരം എവിടെയോ കണ്ട് നല്ല മുഖപരിചയം എന്നിങ്ങനെ ഇയാൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പ് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമ എങ്ങനെ തല ഒരുക്കുന്നുണ്ട്. സത്യഭാമയെ ഇവർ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാവുകയാണ്. പക്ഷെ ഭാമയ്ക്ക് ഇവരെ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അവർ പറയുകയാണ്, അന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ പ്രാക്ക് മുഴുവൻ നിങ്ങളുടെ തലയിലുണ്ടായിരുന്നു, നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, വലിയ വീടൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം അങ്ങ് പോയല്ലേ, ഈ ഗതിയിലായല്ലേ, നിങ്ങൾ ചെയ്ത അഹങ്കാരത്തിൻ്റെ ഫലമാണ് ഇതൊക്കെ കിട്ടിയത് എന്നിങ്ങനെ പറയുമ്പോൾ നീ ഒന്ന് ചാടാതിടിയെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ഇവിടെ മസ്തൻ പറയുകയാണ്, നമ്മുടെ ജിൻസിമോയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് അന്ന് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മുമ്പിൽ പൈസയ്ക്ക് പോയില്ലേ, അന്ന് ഇവർ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, ഗർഭം ഇന്നലെ ഉണ്ടായതല്ലോ എന്ന്. പിന്നെ പൊക്കിൾക്കൊടി ഇങ്ങനെ അത് ചുറ്റിയതിൽ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർക്ക് നേരത്തെ പെട്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ, അന്ന് എൻ്റെ മനസ്സ് പിടഞ്ഞതാണ് ഇവർക്ക് ഇങ്ങനെ ഒരു കാഴ്ച വരുമെന്ന്, അത് ഞങ്ങളുടെ മുമ്പിൽ തന്നെ കാണാനായിട്ട് സാധിച്ചു, അന്ന് ഞങ്ങൾ കൈ നീട്ടിയപ്പോൾ പിന്നീട് നമുക്ക് പൈസ കിട്ടി, പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് പോവുകയും ചെയ്തു, പിന്നെ മരിച്ചങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇതൊന്നും കൊണ്ടുപോകാൻ പോണില്ല, ഇനിയെങ്കിലും നല്ലത് ചെയ്ത് ജീവിക്കാൻ നോക്ക്, അങ്ങനെയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് കുഴിച്ചിടുകയും ചെയ്യും, ഇതൊക്കെ നിങ്ങളുടെ അഹങ്കാരത്തിൻ്റെ ഫലമാണെന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ ആവുന്നത്ര ആക്ഷേപിച്ച് ഈ സ്ത്രീ സംസാരിക്കുകയാണ്. അന്നേരം പൊന്നി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്, സത്യഭാമയും ഒരക്ഷരം മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് ഇവർ പറയുകയാണ്,
ഇതൊക്കെ എടുത്തോണ്ട് പൊയ്ക്കോളൂ, ഇവിടെ നിന്നൊന്നും വേണ്ട, എടുക്ക് പെട്ടെന്ന് എടുക്കുമെന്നും പറഞ്ഞ് ഇവരങ്ങണെങ്കിൽ ഈ സ്ത്രീ ആകെ ബഹളം ഉണ്ടാക്കുമ്പോൾ പൊന്നിയും ഭാമയും അതെല്ലാം എടുക്കുകയാണ്. അതൊന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറയുകയാണ്. ഓരോ മാരണങ്ങൾ വന്ന് കയറിക്കോളും എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. അന്നേരം ആകെ വിഷമിച്ച് ഈ സത്യഭാമയും പൊന്നിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം അത് ഒരുപാട് അപമാനിക്കപ്പെടുന്നുണ്ട് ഭാമ. സത്യഭാമയ്ക്ക് അവിടെ ഒന്നും പറയാനും സാധിക്കുന്നില്ല. ഭാമ ഓരോരുത്തരെ അപമാനിച്ചതിൻ്റെ ഇരട്ടിയായിട്ട് അവർ ഇവിടെ നിന്നൊക്കെ അപമാനം ഭാമ ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതേ സമയം വിഷ്ണുവിൻ്റെ വണ്ടിയാണെങ്കിൽ ഒരു ജ്യൂസ് കടയുടെ മുമ്പിൽ ഇങ്ങനെ ലോറി നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. കമലിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. കമലൻ ജ്യൂസ് പറയും, 2 ജ്യൂസ് പറയുന്നുണ്ട്. അന്നേരം പിന്നെ വണ്ടി എടുക്കാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ വളയം പിടിക്കാറായില്ല, ആശാൻ കൂടെ ഉണ്ട്, അപ്പുറത്തെ മൊബൈൽ ഷോപ്പിൽ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആ ജ്യൂസ് കടക്കാരനും കമലിനും കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രബോസിൻ്റെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. തുടർന്ന് ആ ലോറിയുടെ മുന്നിലേക്ക് നിർത്തുന്ന ഡ്രൈവറോട് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് ക്രോസ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നിൻ്റെയാണോടാ വണ്ടി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കമലിനോട്. അന്നേരം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പോലീസിനെ കണ്ടിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, കടയിൽ ബാക്കി അവിടെ ഇരിക്കുന്നവരൊക്കെ. അന്നേരം അതേ സാറേ എന്ന് പറയുന്നുണ്ട്. അന്നേരം റോഡിന് മുന്നിലാണ് നിൻ്റെ ഇവിടെ എന്താ എന്ത് ചോദിക്കുന്നു, ഇന്ന് ഓട്ടോ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ട് സാറേ, ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ് എന്ന് പറയുമ്പോൾ ഇതെപ്പോൾ എടുക്കുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം കമലിന് മനസ്സിലാവുന്നുണ്ട് വണ്ടിയാണ് ചോദിച്ചതെന്ന്. പക്ഷേ കമൽ എന്നിട്ട് കുച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കുച്ചില്ല എന്ന് തന്നെ അതേ ഭാഷയിൽ കമലൻ ചന്ദ്രബോസിനോട് പറയുമ്പോൾ നീ എന്താ ആളെ കളിയാക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഇതെപ്പോൾ എടുക്കും എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ കമലം ജ്യൂസ് എടുക്കുന്ന ആളിനോട് ചേട്ടാ കഴിയാറായില്ലേന്ന് ചോദിക്കുമ്പോൾ ദാ ഇപ്പം എടുത്തു എന്ന് പറയുകയാണ്. അങ്ങനെ സാറേ ഇപ്പം കഴിയുമെന്ന് പറയുമ്പോൾ അപ്പോഴാണ് നീ കളിയാക്കുന്നോടാന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ കാര്യമാണ് ചോദിച്ചത്, നിനക്കൊക്കെ പിന്നെ സ്ത്രീധനം കിട്ടിയ വഴിയാണോ റോഡ് എന്നൊക്കെ പറഞ്ഞ് കമലിൻ്റെ ഷർട്ടിന് അങ്ങോട്ട് കുത്തിപ്പിടിക്കുമ്പോൾ കമലിനെ ഇങ്ങനെ ചന്ദ്രബോസിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അന്നേരം ആശാൻ വരണം എന്നിങ്ങനെ കമലം പെട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ആശാനായാലും ശിഷ്യനായാലും വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നത്. അന്നേരം തൊട്ടപ്പുറത്ത് നിന്ന് വിഷ്ണു ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ആ ഒരു സ്ലോ മോഷനിൽ വിഷ്ണുവിൻ്റെ കാലൊക്കെയാണ് ആദ്യം ചെരുപ്പ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നതൊക്കെ കാണിച്ച് വിഷ്ണു ഇങ്ങനെ നടന്നു വരുന്ന കൂളായിട്ട് വിഷ്ണു നടന്നു വരുന്നത് കാണുമ്പോൾ ചന്ദ്രബോസിന് ചെറുതായിട്ടൊരു പേടി തോന്നുന്നുണ്ട്. ആ കമലൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ നിന്നും ചന്ദ്രബോസ് പിടിയങ്ങ് വിടുകയാണ്. അന്നേരം കമലിന് അങ്ങോട്ട് ധൈര്യമാവുന്നുണ്ട്. തുടർന്ന് എന്താ സാറേ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആശാൻ വന്നോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ആ കയ്യിൽ അങ്ങോട്ട് മടക്കി കുത്തി നേരെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം റോഡ് നിൻ്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ, റോഡിലാണോ നിൻ്റെ സർക്കസ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് എൻ്റെ ലോറിയുടെ മുന്നിൽ കിടക്കുന്ന അതേ വാഹനം സാറിൻ്റെ വാഹനമല്ലേ, അപ്പോൾ സാറ് ചോദിച്ചത് എനിക്കൊന്ന് കടുപ്പിച്ച് ചോദിച്ചുകൂടെ എന്ന്. അന്നേരം കടുപ്പിച്ചെന്ന് പറഞ്ഞാൽ നീ എൻ്റെ തന്തയ്ക്ക് വിളിക്കൂടാന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്. അന്നേരം സാറെല്ലാം ഈ ഊഹിച്ച് പറയുന്നതാണല്ലോ, അപ്പോൾ പിന്നെ അതെൻ്റെ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ വിഷ്ണുവിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നു, ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് യൂണിഫോം ഇട്ട പോലീസുകാരന് നേരെ തർക്കുത്തരം പറയുന്നോടാ, പിന്നെ തല്ല് മേടിച്ചാൽ നടു റോഡിൽ കിടന്ന് തല്ല് മേടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു പറയുകയാണ് സാറേ കൈയെടുക്ക്, മുന്നും പിന്നും നോക്കാൻ കുടുംബം പോലും ഇല്ലാത്തവനാണ്. പിന്നെ യൂണിഫോം ഇട്ട ഈ പോലീസുകാരൻ തെരുവിൽ കിടന്ന് പട്ടിയെ പോലെ തല്ലുകൊണ്ടാൽ അത് തേച്ചാലും മാച്ചാലും ഒരു കാലത്തും മാറില്ല, അത് നാറുകയേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ നാറ്റിക്കും. എന്നെ അറിയാമല്ലോ, തല്ലിൽ ഞാനാണ് ഒരു പടി, തല്ല് കൊടുക്കുന്നവർ ഞാനാണ് ഒരു പടി മുൻപിൽ നിൽക്കുന്നതെന്ന് എത്ര തവണ ഞാൻ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സാർ കൈയെടുക്ക് എന്നിങ്ങനെ പറയുമ്പോൾ സാർ നാറുവേ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസിനാകെ പേടിക്കുന്നുണ്ട്. ചന്ദ്രബോസിൻ്റെ കൈ അങ്ങ് വിഷ്ണുവിൻ്റെ ആ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ്, പേടിച്ചെങ്ങും പിടിവിടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നുണ്ട് സാറേ നമ്മൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളും കാണും, അപ്പോൾ എന്നെ മേലുള്ള ഇതിന് കാരണമാണ് സാർ ഇവൻ്റെ മേലെ ചൊറിയാനൊക്കെ വരുന്നതെന്ന് എനിക്കറിയാം. അതിന് ഈ പാവത്തിന് എന്തിനാണ് വലിച്ചഴയ്ക്കുന്നത്, എന്നോട് തീർത്താൽ പോരെയും ചോദിക്കുമ്പോൾ നീ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നത് വരെ ഞാൻ നിന്നെ ഇങ്ങനെ പല സ്ഥലത്തും കിട്ടുന്നത് വരെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും, അത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയുകയാണ്. അതേസമയത്ത് ആ കടക്കാരൻ ജ്യൂസ് കൊണ്ടുവരുമ്പോൾ ഈ 2 ഗ്ലാസ്സിൽ ട്രെയിൽ 2 ഗ്ലാസ് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസ് അങ്ങ് എടുക്കുകയാണ്. അന്നേരം സാറേ ഇവർക്ക് എന്നിങ്ങനെ അയാൾ പറയുമ്പോൾ ഇതെവിടെയും പോകുമടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് പാതി കുടിച്ചിട്ട് അവിടെ വയ്ക്കുകയാണ്. അന്നേരം കമലിന് ഇങ്ങനെ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു ആകെ ചിരിച്ച് താളഞ്ചോട്ടി തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നീ എനിക്കുള്ള കണക്കെല്ലാം എഴുതി കൂട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയിൽ ഇതും കൂടി കൂട്ടി വെച്ചോ, നമുക്ക് ഒരിക്കലും തീർത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് അപ്പം ശരി സാറേ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ചന്ദ്രബോസ് അങ്ങ് പോവുകയാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ ആ കടുംപിടുത്തത്തിൽ ചന്ദ്രബോസ് അടി കിട്ടുമെന്നും പറഞ്ഞ് പേടിച്ച് തന്നെയാണ് അവിടെ നിന്ന് സ്കൂട്ടാവുന്നത്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് കമല കാശ് കൊടുത്തേക്കെന്ന് പറയുമ്പോൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 100 എന്ന് പറഞ്ഞ് ഈ പിന്നെ കമല 100 രൂപ കൊടുക്കുന്നുണ്ട്. അന്നേരം 1 ഗ്ലാസ് ബാക്കിയുണ്ടല്ലോ, അന്നേരം കുടിക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ അതെടുത്ത് കമത്തിയേക്ക് ചേട്ടാന്ന് പറഞ്ഞിട്ട് കമലിനിങ്ങ് മാറുകയാണ്.
തുടർന്ന് ലോറിയുടെ ഫ്രണ്ടിലേക്ക് വിഷ്ണു ഇങ്ങനെ വന്ന് നിന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഭാമയും പൊന്നിയും കാണുകയാണ്. അവരാണെങ്കിൽ ആ മറു സൈഡിലെ റോഡ് സൈഡിലുള്ള ആ കടയിൽ വന്നിട്ട് ഇങ്ങനെ ആകെ നടന്ന് തളർന്നു വരുന്ന ആ ഒരു സീൻ കാണുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ വിഷമം വരികയാണ്. എന്നിട്ട് സാരിത്തുമ്പ് കൊണ്ട് സത്യഭാമ ഇങ്ങനെ വിയർപ്പൊക്കെ തുടയ്ക്കുന്നുണ്ട്. ആകെ ഒരു തളർന്ന ഒരലഞ്ഞ് നടന്ന് ഇങ്ങനെ തളർന്ന ഒരു അവസ്ഥയിൽ ആ ഒരു അമ്മയെ കാണുമ്പോൾ വിഷ്ണുവിന് ആകെപ്പാടെ മനസ്സ് തകരുകയാണ്. തുടർന്ന് ഈ കടയിലേക്ക് ചെന്നിട്ട് നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കുറച്ച് പലഹാരങ്ങളാണ് ഇങ്ങനെ വെക്കട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇവിടെ ഒന്നും വേണ്ടാന്ന് ഇങ്ങനെ അയാൾ കർശനമായിട്ട് പറയുന്നുണ്ട്. അന്നേരം 1-2 പാക്കറ്റെങ്കിലും വച്ചിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ ഇരിക്കുന്നതെന്ന് വിറ്റ് പോയില്ല, വച്ചാൽ ഉടനെ കാശിന് വരും, അങ്ങനെയില്ല 2 ദിവസം കഴിഞ്ഞേ കാശിന് വരുള്ളൂ എന്നുണ്ടെങ്കിൽ വയ്ക്കാൻ പറയുകയാണ്. അന്നേരം 2-3 പാക്കറ്റ് അവർ വയ്ക്കുന്നുണ്ട്. അന്നേരം ആ ഭാമയുടെ ആ അവസ്ഥ കണ്ട് വിഷ്ണുവിൻ്റെ കണ്ണങ്ങ് നിറയുകയാണ്. തുടർന്ന് വിഷ്ണു ആ മുന്നിൽ നിൽക്കുന്ന ഭാമയെയും പിന്നെ തൻ്റെ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്ന ആ ഒരു വിധിയൊക്കെ തീർപ്പാക്കുമായിരുന്നല്ലോ, ആളുകളെയൊക്കെ വിളിച്ചിട്ട് ആ ഒരു കസേരയിലേക്ക് ഇങ്ങനെ സിംഹാസനത്തിൽ എന്ന പോലെ ഭാമ ഇരിക്കുന്ന ആ സീൻ തമ്മിൽ വിഷ്ണു ഇങ്ങനെ മാറി മാറി ഓർമ്മിച്ച് വിഷ്ണുവിനങ്ങ് ആകെ ഷോക്കിൽ നിൽക്കുന്ന വിഷ്ണു കമലിനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ മനസ്സങ്ങ് തകരുന്നുണ്ട്. അതൊന്ന് ആകെ പിന്നെ സങ്കടം വരികയാണ്. ദേഷ്യമല്ല സങ്കടം വരുന്ന വിഷ്ണു ആണെങ്കിൽ ലോറിയിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ കമലത് കാണുന്നില്ല. ലോറിയിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. അന്നേരം വിഷ്ണു വേറൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു അമ്മയുടെ അവസ്ഥ മാത്രമാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ അന്നേരം. അതൊന്ന് വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ കമലം പെട്ടെന്ന് കയറാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ കമലിനെ പോലും കയറ്റാതെ വിഷ്ണു വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. അന്നേരം അച്ഛനെ ഞാൻ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കമലം കുറച്ച് ദൂരം ഓടുന്നുണ്ട്. പക്ഷേ വിഷ്ണു വണ്ടി സ്പീഡിനങ്ങ് ഓടിച്ച് പോവുകയാണ്. ആ ഒരു സങ്കടത്തിലാണ് വിഷ്ണു വണ്ടി ഓടിച്ചങ്ങ് പോകുന്നത്. മനസ്സിങ്ങി നേരെയാണ് വിഷ്ണു വണ്ടി ഓടിച്ച് പോകുന്നത്. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ വീണ്ടും ഓരോ കടകളിലും ഇങ്ങനെ ചോദിച്ച് പോകുന്നുണ്ട്. ഇതേ സമയം ശാന്തയാണെങ്കിൽ കുട്ടികളെ വിളിക്കാനായിട്ട് ഓട്ടോയിൽ സ്കൂളിലെത്തുന്നുണ്ട്. അന്നേരം സ്കൂളൊക്കെ എല്ലാം ക്ലാസ്സൊക്കെ പൂട്ടി സെക്യൂരിറ്റി ഇങ്ങനെ ഗേറ്റിനകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം എവിടേക്കാന്ന് ചോദിക്കുമ്പോൾ കുട്ടികളെ വിളിക്കാമെന്ന് പറയുകയാണ്. അന്നേരം ഏത് കുട്ടികളെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമയും പത്മിനിയും എന്ന് പറയുകയാണ്. അന്നേരം ഇന്ന് സ്കൂൾ അല്പം നേരത്തെയാണല്ലോ വിട്ടത്, ഗ്രൂപ്പിലൊക്കെ അറിയിച്ചതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ കുട്ടികൾ എവിടെ പോയി, ഇവിടെ എവിടെയെങ്കിലും അകത്തെങ്ങാണോ എന്ന് പറയുമ്പോൾ അകത്തെങ്ങും ആരുമില്ല, ഞാൻ ഉറപ്പ് വരുത്തിയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുക, വീട്ടിലെത്തിയോന്നൊന്ന് വിളിച്ച് നോക്കുമെന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് കുട്ടികൾ ഇവിടെ നിന്ന് പോയെന്നാണ് പറയുന്നതെന്ന്, നേരത്തെ വിട്ടു എന്ന്. അന്നേരം പിന്നെ ഈ കുട്ടികൾ എവിടെ പോയി എന്ന് പറയുന്നുണ്ട്. ഇനി പിന്നെ അവിടെ എങ്ങാനും മാറി നിൽപ്പുണ്ടോ എന്ന് ഒന്ന് നോക്ക്, നേരത്തെ വിട്ടാൽ അവരങ്ങനെയാണ് ചെയ്യുന്നത്, ഇനി വിഷ്ണു എങ്ങാനും വിളിച്ചുകൊണ്ട് പോയെന്ന് ഞാൻ തിരക്കട്ടെ, നീ എന്തായാലും ഒരു നോക്കിയിട്ട് തിരിച്ചു പോരാന്ന് ശാരദാമ്മ ശാന്തയോട് പറയുന്നുണ്ട്. ശാരദാമ്മ ആകെ വിഷമിക്കുകയാണ്. എന്നാൽ ഈ കുട്ടികൾ ഇതിപ്പോൾ എവിടെ ആയിരിക്കും പോയത് എന്നിങ്ങനെ ശാരദാമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം ശാന്ത സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഞാനൊന്ന് അകത്ത് കയറി നോക്കിക്കോട്ടെ. അന്നേരം എന്നെ വിശ്വാസമില്ലെങ്കിൽ കയറി നോക്കിയോളൂ എന്ന് സെക്യൂരിറ്റി പറയുമ്പോൾ ശാന്ത അകത്തൊക്കെ കയറി നോക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സുസ്മിതയുടെ വീട്ടിലെ ജഗദീപാണെങ്കിൽ ഹാളിൽ ഇങ്ങനെ സെറ്റിയിൽ കിടന്ന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് കിടക്കുകയാണ്. രോഹിത് ആണെങ്കിൽ അകത്ത് മദ്യപാനം തന്നെയാണ്, ആകെ ലെവലൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് കുട്ടികളിങ്ങനെ സത്യയും പപ്പിയും കൂടി ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇത് തന്നെയാണോ വീടെന്നിങ്ങനെ സത്യ ചോദിക്കുമ്പോൾ തന്നെ ഇത് തന്നെയാണ്, ഞാൻ അമ്മയുടെ കൂടെ വന്നിട്ടുണ്ടല്ലോ, അതേ കാറ് കിടക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ വന്നിട്ട് ബെല്ലടിക്കുകയാണ്. ബെല്ലടിക്കുന്നുണ്ട്, 2-3-4 തവണ അവർ ചേർത്തടിക്കുന്നുണ്ട്. അന്നേരം ഇതാരാ ഇപ്പോൾ എന്നും പറഞ്ഞ് മെനക്കെടുത്താണെന്നും പറഞ്ഞ് ജഗദീപ് എഴുന്നേറ്റ് ആദ്യം സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം കതക് തുറക്കുന്നില്ലല്ലോ, ഒന്നുകൂടി അടിക്ക് പിന്നെ പപ്പി എന്ന് പറയുമ്പോൾ പപ്പി വീണ്ടും ബെല്ല് തുരുതുര അടിക്കുകയാണ്. അന്നേരം ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണല്ലോ, ഇനിയിപ്പോൾ അടിയും കൊണ്ട് ആരെങ്കിലും വന്നിരിക്കുകയാണോ, ആ ഉപേന്ദ്രൻ ഇടയ്ക്കിടെ വരുന്നതുകൊണ്ട് അടി ഏത് വഴിക്കാണ് വരുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അതാ വരുന്നു തല്ലി പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ജഗദീപ് ചെന്ന് കതക് തുറക്കുകയാണ്. കതക് തുറക്കുമ്പോൾ ഇതേതാ കുട്ടിപ്പട്ടാളങ്ങളാണല്ലോ, ആരാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ജഗദീപ് ഇങ്ങനെ കട്ടളപ്പടിയിൽ ഇങ്ങനെ കയ്യെ കൊടുത്ത് ചാരി നിൽക്കുകയാണ്. അന്നേരം ഇവിടുത്തെ ആളാണോ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ വന്നതാണെന്ന്. അന്നേരം ജഗദീപ് ചിന്തിക്കുകയാണ്, ഈശ്വര എൻ്റെ കൊച്ചുങ്ങളോ, ഞാനറിയാത്ത എൻ്റെ കൊച്ചുങ്ങളോ ഏത് വകയിലെന്നൊക്കെ ചിന്തിക്കുകയാണ്. അന്നേരം കുട്ടികളെ നിങ്ങൾക്ക് വീട് മാറിപ്പോയതാണ് എന്നിങ്ങനെ ജഗദീപ് പറയുകയാണ്. അന്നേരം വീടൊന്നും മാറിപ്പോയിട്ടില്ല, ഇവളുടെ അച്ഛനെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ കളക്ടർ ശാലിനിയുടെ മകളാണ് എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം ജഗദീപിന് മനസ്സിലാവുന്നുണ്ട്. ജഗദീപ് ഇങ്ങനെ കുട്ടികളെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ആയിരിക്കണം ഈ കുട്ടികൾ അകത്തേക്ക് കയറുമായിരിക്കും, രോഹിത്തിനെ കാണുമ്പോൾ ഈ പപ്പിയെ കാണുമ്പോൾ രോഹിത്തിൻ്റെ ആ മനസ്സിലെ സങ്കടമൊക്കെ മാറുമോ, ഇവരോടൊപ്പം വരാൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ്, രോഹിത്തിൻ്റെ തീരുമാനം എന്താകും എന്നുള്ളതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.